ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ചെടി കണ്ടു പരിചയമുള്ള ആരെങ്കിലും നമുക്കിടയിലുണ്ടോ? ഈ ചെടിയെക്കുറിച്ചാണ് കേട്ടോ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. തെക്കനേഷ്യ, തെക്കു കിഴക്കേഷ്യ എന്നിവിടങ്ങളിലെ തദ്ദേശവാസിയായിട്ടുള്ള ഒരു ആൽമരമാണിത്. ഷീമയാൽ എന്നും റബ്ബർ ഫിഗ്, റബ്ബർ ബുഷ്, റബ്ബർ ട്രീ, റബ്ബർ പ്ലാന്റ്, ഇന്ത്യൻ റബ്ബർ ബുഷ്, ഇന്ത്യൻ റബ്ബർ ട്രീ എന്നെല്ലാം ഈ ചെടിക്ക് പേരുകളുണ്ട്. ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, ഫ്ലോറിഡ എന്നിവിടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഈ ചെടി ഇന്ന് നമ്മുടെ നാട്ടിലും കണ്ടുവരുന്നുണ്ട്. മൊറേസി കുടുംബത്തിലെ ഒരു വലിയ വൃക്ഷമാണ് കേട്ടോ നമ്മുടെ ഈ റബ്ബർ പ്ലാന്റ്. ഒരു ഇൻഡോർ പോട്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഇളം ചെടികൾ മോടിയുള്ളതും അനുയോജ്യമായ ഇൻഡോർ സാഹചര്യങ്ങളിൽ നന്നായിട്ട് വളരുന്നതുമാണ്. ഇന്ത്യയിലെ റബ്ബർ പ്ലാന്റിന് 30 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വലിയ കട്ടിയുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ ശാഖകളിൽ ജോഡികളായിട്ട് അത്തിപ്പഴം പോലെയുള്ള പഴങ്ങളും കാണാൻ കഴിയും. ഈ ചെടിയിൽ പുതിയ ഇലകൾ വരുന്നത് നല്ല ഇളം പച്ച നിറത്തിലാണ്. പിന്നീട് അത് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നു. കരിമ്പച്ച നിറത്തിനും കറുപ്പ് നിറത്തിനൊക്കെ ഇടയിലുള്ള നല്ലൊരു നിറമായിട്ടാണ് കേട്ടോ അത് വരുന്നത്. ഇത് തൊട്ട് നോക്കാനും വളരെ മിനുസമുള്ള ഇലകളാണ്. കൂടാതെ ഇത് നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഈ ചെടി നമ്മളൊന്ന് വളർത്തിയെടുത്തിട്ട് ഒരു 6 ഇല മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. കൂടാതെ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല ബുഷിയായിട്ട് ബ്രാഞ്ചസ് ആയിട്ട് വരികയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കൂടാതെ നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റിയ മേൽഭാഗം പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. പൂക്കൾ ഉണ്ടാകാത്ത ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഹൈഡ്രജൻ കണ്ടൻ്റുള്ള വളങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊടുക്കാം. മാസത്തിൽ 1-2 തവണയെങ്കിലും നമുക്ക് ഇതിനകത്ത് വളപ്രയോഗം ചെയ്തു കൊടുക്കാം. പിന്നെ ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും മിതമായ രീതിയിലുള്ള വെയിൽ ഈ ചെടി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് നെഗറ്റീവ് എനർജികളെല്ലാം കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി തരുന്നു എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭൂരിഭാഗം പേരും ഇൻഡോർ ചെടികളെ സ്നേഹിക്കുന്നത്. ഈ കാണുന്ന റബ്ബർ പ്ലാന്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കെല്ലാം വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത്. അപ്പോൾ ഈ ചെടി അത്യാവശ്യം ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ്. ചെറിയ രീതിയിലൊരു കെയറിങ് കൊടുത്താൽ നമുക്കും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത്. ഈ ചെടി ആവശ്യമുള്ളവർ വേഗം വാട്സപ്പ് നമ്പർ എടുത്തിട്ട് നമുക്കൊന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റബ്ബർ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.